ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ നീതു വർഗീസ് 2020 വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അതായത് ഞാൻ തയ്യാറാക്കുന്നത് പൊറോട്ടയാണ്. വളരെ ഈസി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് പറഞ്ഞോട്ടെ, കഴിഞ്ഞ 1-2 ദിവസമായിട്ട് എൻ്റെ യൂട്യൂബിൻ്റെ സെറ്റിങ്സിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അതെല്ലാം മാറി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെയും വീഡിയോസ് ഞാൻ കാണുന്നതായിരിക്കും, അതുപോലെ അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് കടക്കാം. പൊറോട്ട ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതൊരു 4 കപ്പ് മൈദയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 3 സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഞാൻ 1 കപ്പ് പാലും കൂടെ ആഡ് ചെയ്യുക. ഇവിടെ ഞാൻ വെള്ളത്തിന് പകരം പാലാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ല മയത്തിൽ കിട്ടാനായിട്ടാണ് പാൽ ഉപയോഗിക്കുന്നത്. കുറേശ്ശെ വെച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴയ്ക്കുക. നന്നായിട്ട് കുഴയ്ക്കുന്നതിലാണ് ഇതിൻ്റെ മയം വരുന്നത്. നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഞാനിത് പാത്രത്തിൽ നിന്ന് മാറ്റി ഇത് നന്നായിട്ട് കുഴയ്ക്കുവാണ്. അപ്പോൾ ഇടയ്ക്ക് ഇത് ഡ്രൈ ആകുമ്പോഴത്തേക്ക് ഈ മാവിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ പുരട്ടി നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പം നമ്മൾ എത്ര കുഴയ്ക്കുന്നോ അത്രയും സോഫ്റ്റായിട്ട് നമുക്ക് പൊറോട്ട കിട്ടും. അതുകൊണ്ടാണ് നന്നായിട്ട് കുഴയ്ക്കുക. നമ്മുടെ പൊറോട്ടയുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നന്നായിട്ട് എണ്ണ തടവി കൊടുക്കാം. കുഴയ്ക്കലെല്ലാം കഴിഞ്ഞ് നല്ല സോഫ്റ്റായിട്ടിരിപ്പുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലാക്കിയിട്ട് ഒരു നനഞ്ഞ തുണി വെച്ച് ഒരു മൂടി വെക്കണം. അതായത് 2-2.5 മണിക്കൂർ നന്നായിട്ട് മയത്തിൽ കിട്ടാനായിട്ടാണ്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞ് മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കാം. ഒരു കത്തി ഉപയോഗിച്ചോ അല്ലെ കൈ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ കത്തിയാണ് ഉപയോഗിക്കുന്നത്. മാവ് ഇതുപോലെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇതിന് നമുക്ക് നന്നായിട്ട് തീരെ നൈസായിട്ട് പരത്തിയെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് പരത്താം. നന്നായിട്ട് കട്ടി കുറച്ച് നൈസായിട്ട് വേണം പരത്താൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് കട്ടി കുറച്ച് വേണം പരത്താൻ. പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. ഇതിന് ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ച് തീരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് പരത്തി എടുത്തിരിക്കുന്നതെന്ന്.
നന്നായിട്ട് തീരെ നൈസായിട്ട് കട്ട് ചെയ്ത് നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് ഒരറ്റത്തുനിന്ന് താഴേക്ക് യോജിപ്പിക്കുക. ഇതുപോലെ യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കിത് ഒരറ്റത്തുനിന്ന് ചുറ്റിയെടുക്കാം. ഇതുപോലെ ചുറ്റിയെടുക്കുക. ഈ ഉരുളകളെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാം ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് എണ്ണ തടവി കൊടുത്ത് പരത്തിയെടുക്കാം. തവ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പുറത്തെ സൈഡ് നന്നായിട്ട് മറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പം എണ്ണ പുരട്ടി കൊടുക്കുക. ഇങ്ങനെ രണ്ട് സൈഡ് ഇതുപോലെ മറിച്ചിട്ട് എണ്ണ പുരട്ടുക. നമ്മളിപ്പോൾ പൊറോട്ട എല്ലാം ചുട്ടെടുത്തു. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. അടിച്ചെടുത്തു. നല്ല ലെയർ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.